1986 റിലീസായ മിഴിനീർ പൂവുകൾ എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് കടന്നു വന്നയാളാണ് കമൽ. മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരുപിടി മികച്ച സിനിമകൾ കമൽ സമ്മാനിച്ചിട്ടുണ്ട്. ഉണ്ണികളെ ഒരു കഥ പറയാം, മഴയെത്തും മുമ്പേ, അഴകിയ രാവണൻ തുടങ്ങി 50ലധികം ചിത്രങ്ങൾ കമൽ ഒരുക്കിയിട്ടുണ്ട്. 38 വർഷത്തെ കരിയറിൽ 2 സംസ്ഥാന അവാർഡും കമൽ സ്വന്തമാക്കി. ഭരതന്റെ അസോസിയേറ്റ് ആയിട്ടാണ് കമൽ സിനിമയിലേക്ക് കടന്നു വന്നത്. കരിയറിന്റെ തുടക്കത്തിൽ കമൽ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ച ചിത്രമായിരുന്നു കാതോട് കാതോരം. മമ്മൂട്ടിയെ നായകനാക്കി ഭരതൻ സംവിധാനം ചെയ്ത ക്ലാസിക് ചിത്രം അടുത്തിടെ വീണ്ടും ചർച്ചയായിരുന്നു. ഈ വർഷം പുറത്തിറങ്ങിയ രേഖാചിത്രം എന്ന സിനിമ പറയുന്നത് കാതോട് കാതോരം എന്ന സിനിമയുടെ ലൊക്കേഷന്റെ കഥയാണ്. രേഖാചിത്രത്തിന്റെ റിലീസിന് ശേഷം കാതോട് കാതോരത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ തനിക്ക് ഒരുപാട് ഫോൺ കോളുകൾ വരാറുണ്ടെന്ന് പറയുകയാണ് കമൽ. ദേവദൂതർ പാടി എന്ന ഗാനരംഗത്തിലെ കന്യാസ്ത്രീ ആരാണെന്ന് പലരും ഫോണിലൂടെ ചോദിക്കാറുണ്ടെന്ന് കമൽ പറഞ്ഞു. രേഖാചിത്രത്തിൽ കാണിച്ചത് ശരിക്കും സംഭവിച്ചതാണോ എന്നാണ് പലർക്കും അറിയേണ്ടതെന്നും താൻ അത്തരം ചോദ്യങ്ങൾ തമാശയായി മാത്രമേ കാണുന്നുള്ളൂവെന്നും കമൽ കൂട്ടിച്ചേർത്തു. ആ സിനിമയിൽ പ്രവർത്തിച്ച ആളുകളിൽ താനും മമ്മൂട്ടിയുമാണ് ആക്റ്റീവായി നിൽക്കുന്നതെന്നും മമ്മൂട്ടിയോട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് പലരും തന്നോട് ചോദിക്കുകയാണെന്നും കമൽ പറഞ്ഞു. ലിസിയുടെ പിന്നിൽ നിൽക്കുന്ന കന്യാസ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് പലരും ചോദിക്കുമെന്നും അവരോട് തന്നെ കണ്ടുപിടിക്കാൻ താൻ പറയുമെന്നും കമൽ പറയുന്നു. 2 ദിവസം കൊണ്ടാണ് കാതോട് കാതോരത്തിന്റെ കഥ എഴുതിയത്. ആ സമയത്ത് മമ്മൂക്കിയുടെ പല പടത്തിലും ഞാനായിരുന്നു അസോസിയേറ്റ്. കാതോട് കാതോരം ഞങ്ങൾ ഒരുമിച്ച 4ാമത്തെ പടമായി. രേഖാചിത്രം റിലീസായ ശേഷം എന്നെ ഒരുപാട് പേർ വിളിച്ചു. അവർക്കൊക്കെ അറിയേണ്ടത് കാതോട് കാതോരത്തിന്റെ ലൊക്കേഷനിൽ നിന്ന് ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നാണ്. അത്രമാത്രം കൺവിൻസ് ആക്കാൻ രേഖാചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ദേവദൂതർ പാടി എന്ന പാട്ടിൽ കാണിക്കുന്ന കന്യാസ്ത്രീ എവിടെയായിരിക്കും എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അവരോട് തന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറയാറുമുണ്ട്. ആ പടത്തിൽ വർക്ക് ചെയ്തവരിൽ ഞാനും മമ്മൂക്കയും ഒക്കെ ആണല്ലോ ഇപ്പോഴും ആക്റ്റീവായി നിൽക്കുന്നത്. മമ്മൂക്കയോട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത്, അത്രേ ഉള്ളൂ